ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ന്യൂ വീഡിയോ. അപ്പോൾ മച്ചന്മാർ, ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു കിടുക്കാച്ച് വ്ളോഗാണ്. കാരണം കോഴിക്കോട് ജില്ലയിലുള്ള ആനക്കാമ്പോയിൽ ഉടുമ്പുംപാറ എന്നറിയപ്പെടുന്ന അതിമനോഹരമായിട്ടുള്ളൊരു വ്യൂ പോയിൻ്റാണ് നമ്മളിന്ന് വ്ളോഗ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പം ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, കപ്പേള എന്ന സിനിമ ഷൂട്ട് ചെയ്ത പൂവാറന്തോൾ എന്നറിയപ്പെടുന്ന അതിമനോഹരമായ ഒരു ഗ്രാമപ്രദേശം ഈ ഒരു വ്യൂ പോയിൻ്റിൻ്റെ അടുത്താണ്. അപ്പം നമ്മൾ ആ വീഡിയോസിൽ പൂവാറന്തോളില്ല. അപ്പോൾ ഈ ഒരു വ്യൂ പോയിൻ്റാണ് നമ്മളിന്ന് ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് മറ്റൊരു കാര്യം കൂടി പറയാനുള്ളത്, നമ്മളെ ചാനൽ ഏകദേശം 4900 സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ ചിലപ്പോൾ 5000 സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ ചാനലിൽ ഒരു ഗിവ് അവേ നടത്തുന്നുണ്ട്. ആ ഗിവ് അവേൻ്റെ വീഡിയോ ആണ് അടുത്ത വീഡിയോ നമ്മൾ വരുന്നത്. അപ്പോൾ അതിൻ്റെ പ്രൈസും കാര്യങ്ങളൊക്കെ ആ വീഡിയോയിൽ പറയുന്നതായിരിക്കും. അപ്പോൾ ഗിവ് അവേയിൽ പങ്കെടുക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതോടൊപ്പം തന്നെ തുടർന്ന് കാണുന്ന ബെല്ലൈക്കനും കൂടെ എനേബിൾ ചെയ്യുക. പിന്നെ നെക്സ്റ്റ് വീഡിയോയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾ അതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും പറയുന്നതായിരിക്കും. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ നമ്മൾ ഗിവ് അവേ വീഡിയോ ആയിരിക്കും. അപ്പോൾ ഈ വീഡിയോ എല്ലാവരും സപ്പോർട്ട് ചെയ്യാം. ഓക്കെ. അവസാനം നമ്മൾ നടന്ന് ആ ഒരു വ്യൂ പോയിൻറ്റിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മളെത്തുമ്പോൾ അതിനെ കാണുന്നത് ഇങ്ങനെയൊരു വീടാണ്. അപ്പോൾ ഈ വീട് എന്ന് പറയുന്നത് പണ്ട് കാലത്ത് ഇവിടെ ഒരാൾ താമസം ഉണ്ടായിരുന്നു, ഒരു കുടുംബം താമസം ഉണ്ടായിരുന്നു.
അടിപൊളി വ്യൂ വേറെ കിട്ടാനുണ്ട്. സത്യം പറഞ്ഞാൽ ഈ ഒരു വീഡിയോ എടുക്കുന്ന ക്ലാരിറ്റി നമുക്ക് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുമ്പോൾ കിട്ടുന്നില്ല. പക്ഷെ അത് കറക്റ്റാണ് എന്നുണ്ടെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അത്രയും മനോഹരമായിട്ടുള്ളൊരു വ്യൂ ആണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എനിക്കൊന്ന് ഇത് വേറെ ആരും യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാത്ത ഒരു സ്ഥലമാണിത്. അതിനുള്ള കാരണം ഞാൻ പറഞ്ഞല്ലോ, ഇതൊരു പ്രൈവറ്റ് പ്രോപ്പർട്ടി ആയതുകൊണ്ട് ഞങ്ങൾ താഴെന്ന് അനുവാദം ചോദിച്ചിട്ടാണ് ഇങ്ങോട്ട് വന്നത് കേട്ടോ. ചുരുക്കി പറഞ്ഞാൽ ഇങ്ങോട്ട് വരണമെന്നുണ്ടെങ്കിൽ പെർമിഷൻ വേണം. പെർമിഷൻ ഇല്ലാതെ ഇങ്ങോട്ട് കയറാൻ കഴിയില്ല. ഇനി ഇതിന് താഴേക്ക് ഒരു സ്പോട്ടുണ്ട്, അവിടുന്ന് അത്യാവശ്യം കുഴപ്പമില്ലാത്ത വ്യൂ അവിടുന്ന് കിട്ടും കേട്ടോ. സൂപ്പർ സ്ഥലം. ഈ ഏരിയയിൽ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ എന്തായാലും ഇങ്ങോട്ട് വരും. അത്രയും നല്ല അതിമനോഹരമായിട്ടുള്ളൊരു സ്ഥലം കണ്ടില്ലേ? മഞ്ഞൾ മൂടപ്പെട്ട നമ്മുടെ ഭൂമി. ഞാനുണ്ടോ? അതായത് ഈ സ്ഥലത്തിനെ പറ്റി അധികാർക്കും നമ്മുടെ നാട്ടിൽ തന്നെ അധികാർക്കും അറിവില്ല എന്നുള്ളതാണ് ശരി. ശരിക്കും നമ്മൾ ഈ സ്ഥലത്തിന്റെ പേരെന്താ? ഈ സ്ഥലത്തിന് ഇതിനാണ് ഉടുമ്പൻപാറ എന്ന് പറയുന്നത്. ആനക്കാംപോയി അല്ലേ? അതാണ് ആനക്കാംപോയി ഉടുമ്പൻപാറ. ഈ ഒരു സ്ഥലത്തിന്റെ ഒറിജിനൽ പേരാണ് ഉടുമ്പൻപാറ വ്യൂ പോയിന്റ് കേട്ടോ. സത്യം ഈ കാണുന്ന സ്ഥലം ഉണ്ടല്ലോ, ഇവിടെ നല്ല അടിപൊളി ഒരു വാട്ടർഫോൾസും ഉണ്ട്. പിന്നെ കുറച്ച് അപ്പുറത്തൊക്കെ ഈ കാണുന്ന ആ ഒരു ഏരിയ മൊത്തം നമുക്ക് നല്ല വ്യൂ ആണ്. പക്ഷെ ഇപ്പോൾ മഞ്ഞിനാൽ മൂടപ്പെട്ടുകൊണ്ട് നമുക്ക് അതിൻ്റെ ഒരു വ്യൂ കിട്ടുന്നില്ല. നമ്മൾ കൂടെ ഉള്ള ഒരാളിതാ അങ്ങ് അവിടെ ദൂരെ നിസാം അവിടെ എത്തിയിട്ടുണ്ട്, മണാലിക്കാരൻ. ഞങ്ങളും അങ്ങോട്ട് പോവാണ്. ഇവിടുന്ന് ഒരു ഫോട്ടോ എടുക്കാതെ പോയാൽ മോശം അല്ലേ? ഇപ്പം നമ്മളെ കൂടെ വന്ന നിസാം മൂർക്കനാട്, അതായത് നിസാം ആ കാണുന്ന അവിടെ അവൻ എത്തിയിട്ടുണ്ട്. പക്ഷെ അവനെ കാണുന്നില്ല. അപ്പോൾ അവനെ ഇവിടുന്ന് ഞങ്ങളൊരു ഫോട്ടോ എടുക്കാൻ പോകുന്നു. അപ്പോൾ നിങ്ങൾ കണ്ടോ ആ ഒരു ഫോട്ടോ? അപ്പോൾ ഇതാണ് നമ്മുടെ ക്യാമറ, അതായത് കനോൻ്റെ 70D. നല്ല പൊളി സാധനമാണ്, നല്ല ഫോക്കസും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഇതുകൊണ്ടാണ് നമ്മൾ ആ വീഡിയോ ഫോട്ടോസ് എടുക്കുന്നത്. കണ്ടോ സൗണ്ട് കേട്ടോ പറ്റിയതാ. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ ആ സ്ഥലം. നോക്കടാ. അപ്പോൾ ഗൈസ് കണ്ടോ നിങ്ങൾ ഈ ഒരു ഏരിയ? എന്താ അറിയോ ഇതിനെ കുറിച്ച് എന്താ നമ്മൾ പറയാ? ഇവിടെ വന്നിട്ട് ആസ്വദിക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ പിന്നെ എന്ത് നമ്മളൊക്കെ ട്രാവലിങ് പോകണ ഒരു കാര്യമില്ല. നോക്കാം നിങ്ങൾ ഇത്രയും നേരത്തെ കണ്ട ആ സ്ഥലം മൊത്തമായിട്ട് നമുക്ക് മഞ്ഞ് നമ്മോട് സഹകരിച്ചിരിക്കുകയാണ്. അത്രയും നല്ല വൈബ്. നോക്കാം വയനാട്, അതായത് വയനാടുള്ള ഒരു സ്ഥലം പോലെ നമുക്ക് ആ ഫീൽ കണ്ടാ നിങ്ങൾ. ആ ഒരു താഴെയുള്ള ആ ഏരിയയിലേക്ക് നമ്മൾ പോവാണ്. അവിടുത്തെ ആ ഒരു വ്യൂവും കൂടെ നമുക്കൊന്ന് കാണാം. കാരണം കിടിലനാണ്, ഒന്നും പറയാനില്ല. കാരണം ഇവിടെയൊക്കെ സത്യം പറഞ്ഞാൽ മഞ്ഞിങ്ങനെ സെക്കൻഡിൽ വെച്ചിട്ട് ഇങ്ങനെ മഞ്ഞിങ്ങനെ വരിക പോകുന്നുണ്ടാവും. നേരത്തെ കണ്ട അതേ ഏരിയ മൊത്തമായിട്ട് ഫുള്ളായിട്ട് മഞ്ഞ് കെട്ടി നിൽക്കുകയാണ്. ഇനി നമുക്ക് വീണ്ടും അവിടെ പോയിട്ട് അതിനപ്പുറത്തേക്കുള്ളൊരു കാഴ്ച ഉണ്ടെന്ന് കാണാം. നിങ്ങളോട് ഒരു കാര്യം കൂടി എനിക്ക് പറയാനുണ്ട്. ഇങ്ങോട്ട് വരുന്നവർ അത്യാവശ്യം ബ്ലഡുള്ളവർ മാത്രം വന്നാൽ മതിട്ടോ. കാരണം അത്രയ്ക്ക് അട്ടയാണ്. അട്ട കളിച്ചിട്ട് നിങ്ങൾ പറയുകയാണെങ്കിൽ അട്ട എന്ന് പറഞ്ഞാൽ ആ കട്ടയാണ് ഇവിടെ. നമ്മൾ നേരത്തെ നിന്ന ആ പാറയുടെ ആ ടോപ്പ് കണ്ടോ, ആ ടോപ്പിലാണ് നമ്മൾ നേരത്തെ ഫോട്ടോസൊക്കെ ഷൂട്ട് ചെയ്തത്. ഉണ്ടോ? ഈ പാറയുടെ ടോപ്പിലാണ് നമ്മൾ കുറച്ച് നേരത്തെ വീഡിയോ ഫോട്ടോസൊക്കെ ഷൂട്ട് ചെയ്തത്. അപ്പോൾ ഇനി നമുക്ക് ഈ പാറ കുറച്ച് ഡേഞ്ചറാണ് ഈ ഏരിയ കണ്ടോ. പക്ഷെ എന്നാലും നമുക്ക് ഇങ്ങോട്ട് വരാട്ടോ. നല്ല പോലെ കിടക്കുന്നുണ്ട്, പറഞ്ഞാൽ നല്ല പോലെ കിടക്കുന്നുണ്ട്. അത്യാവശ്യം നടന്ന് ഇങ്ങോട്ട് ഇറങ്ങാനുണ്ട് ഈ ഏരിയയിലേക്ക്. പിന്നെ മറ്റെന്താ പറയുക, നിങ്ങൾ കണ്ടോ അത്ര ചെരിഞ്ഞ് നിൽക്കുന്ന ഒരു ഏരിയയാണ്. ഇവനാണ് നമ്മുടെ വഴികാട്ടിട്ടോ. നമ്മൾ എത്തുന്നതിന് മുമ്പ് തന്നെ ഇവൻ അവിടേക്ക് എത്തിപ്പോന്നു. കുറച്ചും കൂടെ ഇങ്ങോട്ട് പോന്നപ്പോൾ മറ്റൊരു പ്രോബ്ലം കൂടെ ഉണ്ട്. ഇവിടെ നല്ലോണം വഹിക്കുന്നുണ്ട് കേട്ടോ. മഴക്കാലം സത്യം പറഞ്ഞാൽ ഇവിടെ നല്ല ഡേഞ്ചറാണ്. ഇതൊരു സൂയിസൈഡ് പോയിൻ്റ് ആയിട്ട് വേണം നമുക്ക് കാണാം കേട്ടോ. കാരണം അത്രക്കും കണ്ട നിങ്ങൾ ഈ ഒരു ഏരിയയുടെ ഒരു ഇത് കണ്ട, അതായത് ഇങ്ങനെ വന്നിട്ട് നിരപ്പ് വന്നിട്ട് ഒറ്റയടിക്ക് അങ്ങോട്ട് കുത്തനെ താഴേക്ക് പോവാണ്. നമ്മളൊരു ചാനൽ തുടങ്ങിയിട്ട് ഇതൊന്നും നിങ്ങളെ കാണിച്ചു തന്നിട്ടില്ലെങ്കിൽ പിന്നെ എന്താണ് നമ്മുടെ ചാനൽ കൊണ്ടൊരു ഉപകാരം? ഇത് കണ്ട നിങ്ങൾ സത്യം പറഞ്ഞാൽ ക്യാമറ എടുക്കുമ്പോൾ നമുക്കിത് ശരിക്കും ആസ്വദിക്കാൻ കഴിയുന്നില്ല കേട്ടോ. കണ്ട ആ ഒരു വൈബ് നോക്കി നിങ്ങൾ ഇപ്പോൾ ഈ ചുറ്റുവട്ടത്തുനിന്ന് ഒരാളിപ്പോലും കാണാൻ കഴിയും. ഇത്ര മഞ്ഞുകണ്ട പോലീസ് സ്ഥലം വെച്ചാൽ പോരാ, പോലീസ് സ്ഥലം. അപ്പോൾ ഇങ്ങനെയുള്ള വീഡിയോസൊക്കെ ഞങ്ങൾ ഇനിയും അപ്ലോഡ് ചെയ്യും. ഇതിനെക്കാട്ടി മനോഹരമായ സ്ഥലങ്ങൾ നമുക്ക് ഇനിയൊക്കെ കാണാനുണ്ട്.
എക്സ്പ്ലോർ ചെയ്യാനുണ്ട്, അതൊക്കെ ഞങ്ങൾ ചെയ്യും. അപ്പോൾ അതിന് ഞങ്ങൾക്ക് നിങ്ങളുടെ ചെറിയൊരു സപ്പോർട്ട്, ആ ചുവന്ന താഴെ കാണുന്ന വീഡിയോ താഴെ കാണുന്ന ആ ചുവന്ന ബട്ടൺ, സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്തിട്ട് ഞങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യാം. നല്ലൊരു വാട്ടർഫോൾസ് ഉണ്ട് താഴെ, ആ വാട്ടർഫോൾസ് കൂടെ നമുക്കൊന്ന് കാണണം. അപ്പോൾ അവിടെ പോയി കുറച്ച് കുടിച്ചതിന് ശേഷമൊക്കെ നമ്മൾ പോകുന്നുള്ളൂ. കണ്ടോ എന്താല്ലേ സൂപ്പർ. അപ്പോൾ ഇവിടെ വന്നതിന് ശേഷം ഒരുപാട് നേരത്തിന് ശേഷം ഇപ്പോഴാണ് നമ്മുടെ മഞ്ഞൊന്ന് മാറി കേട്ടോ. നമ്മൾ 1.5 മണിക്കൂർ ഈ ഒരു വൈബിന് വേണ്ടി ഇവിടെ വെയിറ്റ് ചെയ്തു. അപ്പോൾ ഇപ്പോഴാണ് നമുക്ക് ഈ ഒരു അട്ട എന്ന് പറഞ്ഞാൽ അട്ടയുടെ സംസ്ഥാന സമ്മേളനം അവിടെ കേട്ടോ. കാണിച്ചു തരാനായിട്ട് ഒന്നിനെ കാണട്ടെ. അപ്പോൾ അവനത് അങ്ങ് ഇറങ്ങിപ്പോണേ. നമ്മളെ നിസാം കണ്ടാ അവിടെ നിന്നിട്ട് അവനതാ നമുക്കുള്ള വിഷ്വലുകൾ കളക്ട് ചെയ്യുന്നുണ്ട് കണ്ടാ. അതുപോലെ തന്നെ വീശലാം. ഏരിയ ഒന്ന് പോവുകയാണ്. അപ്പോൾ ഇനി നമുക്ക് വാട്ടർഫോൾസ് കാണാം. ഇവിടെ നല്ലൊരു വാട്ടർഫോൾസ് ഉണ്ട്, അതും കൂടി പോയി നോക്കാം. ചിലപ്പോൾ അങ്ങോട്ട് ചിലപ്പോൾ നമുക്ക് കയറി പോകാൻ പറ്റുമെന്ന് അറിയില്ല, കാരണം അവിടെ കുറച്ച് ഡേഞ്ചർ ഏരിയ ആണ്, അങ്ങോട്ട് പോകാൻ കഴിയുമെന്ന് അറിയില്ല. പറ്റും നമ്മൾ പോവും. ഈ വീഡിയോ നോക്കാം. അപ്പോൾ ബേസ് വേൾഡിൻ്റെ ഇന്നത്തെ വീഡിയോ ഉടുമ്പുംപാറ വീഡിയോ കഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങുകയാണ്. അപ്പോൾ വീഡിയോ അത് വല്ലാത്ത എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ എന്താ പറയുക, അതിൻ്റെ മുകളിൽ കയറി കഴിഞ്ഞാൽ ചെറിയൊരു മഴയുള്ള സമയത്ത് നമ്മൾ വരികയാണെന്നുണ്ടെങ്കിൽ ഒരു രക്ഷയില്ല, ഒരു കൊടൈക്കനാലൊക്കെ ഫീൽ ചെയ്യാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടത് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, ബൈ ബൈ ബൈ. സപ്പോർട്ട്. അട്ട ഇങ്ങോട്ട് വരുമ്പോൾ ഏക സമ്മാനം അട്ട. അതൊന്നേ പണിയുണ്ട്.